ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. കിരീടയുദ്ധം ടാസ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന അടിയിടിയും വഴക്കും അതിനുശേഷമുള്ള ഇവരുടെ പ്ലാനിങ്ങും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിപ്പിടിച്ചു. ഇന്നത്തെ ടാസ്കിൽ ക്യാപ്റ്റന്മാർക്ക് മാത്രമായിരുന്നു മത്സരിക്കാൻ അവസരം ലഭിച്ചത്. കുറഞ്ഞ സമയം കൊണ്ട് ഓരോ ബോളുകൾ വീതം എടുത്ത് കയ്യിൽ പിടിക്കാവുന്ന ഒരു സ്റ്റാൻഡിൽ വെച്ച് ബാലൻസ് ചെയ്ത് അവസാനം ഒരു ബോക്സിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ടാസ്ക്. 2 ബോളുകൾ വീതം 2 സൈഡിലുള്ള പോഡിയങ്ങളിൽ വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു ബോൾ എടുത്ത് കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡിൽ വെച്ച് മറ്റേ സൈഡിൽ നിന്ന് രണ്ടാമത്തെ ബോൾ എടുത്ത് കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡിൽ തന്നെ വെച്ചിട്ട് തിരിച്ച് മൂന്നാമത്തെ ബോൾ എടുക്കാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ വരണം. അവിടെ വെച്ച് മൂന്നാമത്തെ ബോൾ വീണ്ടും സ്റ്റാൻഡിൽ വെച്ച് നാലാമത്തെ ബോൾ എടുക്കാൻ മറ്റേ സൈഡിലേക്ക് വീണ്ടും ചെല്ലണം. ആ നാലാമത്തെ ബോളും സ്റ്റാൻഡിൽ വെച്ച് ഒരു കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് ബാലൻസ് ചെയ്ത് മറ്റേ സൈഡിലുള്ള ബോക്സിൽ നിക്ഷേപിക്കുക എന്നതാണ് ടാസ്ക്. ഒരു കയ്യിൽ ഹോൾഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ടും മറ്റേ കൈ വെച്ച് സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടും മിനിമം സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്നുള്ളതുകൊണ്ടും ടാസ്ക് അത്ര ഈസി ഒന്നും ആയിരുന്നില്ല. ആരാദ്യം ടാസ്ക് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ ക്യാപ്റ്റനായ നെവിനെ ബിഗ് ബോസ് ഏർപ്പെടുത്തി. അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ബിഗ് ബോസിനോട് നെവിൻ ചോദിച്ചപ്പോൾ എനിക്ക് വേറെ പണിയില്ലെന്നാണ് ബിഗ് ബോസ് മറുപടി പറഞ്ഞത്. അങ്ങനെ നെവിൻ ചൂസ് ചെയ്ത പ്രകാരം ആദ്യം പോയത് ഒനീലാണ്, അതിനുശേഷം മസ്താനി പോയി, പിന്നീട് നൂറയും, ലാസ്റ്റ് നെവിനുമാണ് പോയത്. ഒനീൽ വലിയ കുഴപ്പമില്ലാതെ ടാസ്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ മസ്താനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. അതിനുശേഷം നൂറയും നെവിനും ഒക്കെ ഏകദേശം കട്ടക്കട്ടയാണ് ടാസ്ക് ചെയ്ത് തീർത്തത്. മസ്താനിയാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഒരു രീതിയിലും ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 10 മിനിറ്റും 21 സെക്കൻഡും വേണ്ടി വന്നു. നെവിൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തത് 3 മിനിറ്റും 4 സെക്കൻഡുമാണ്. നൂറയ്ക്ക് 2 മിനിറ്റും 43 സെക്കൻഡും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഒനീലാണ്, വെറും 2 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ മസ്താനിയുടെയും നെവിന്റെയും ടീമിനെ പുറത്താക്കിക്കൊണ്ട് ഒനീലിന്റെയും നൂറയുടെയും ടീം ഫൈനലിലെത്തി. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു ടെസ്റ്റിലൂടെ ക്യാപ്റ്റന്മാരെ കൊണ്ട് മാത്രം കളിപ്പിച്ച് ഇന്നത്തെ ടാസ്ക് ബിഗ് ബോസ് കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നത്. അടുത്ത മത്സരം ഒനീലിന്റെ ടീമും നൂറയുടെ ടീമും തമ്മിലാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്